ഹായ് നമസ്കാരം. കേറ്ററ്റ് വിളിക്കാൻ വൈകുന്നുണ്ടോ? കേറ്ററ്റിൻ്റെ റിസൾട്ട് വരാൻ വൈകുന്നുണ്ടോ? കുറച്ച് നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ കമൻസ് കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കേറ്ററ്റ് വന്നിട്ട് അതിൻ്റെ പ്രൊഫഷണൽ കീ വന്ന ശേഷം റിസൾട്ടിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഫൈനൽ ആൻസറിലേക്കൊക്കെ എത്താനായിട്ട് ഒരുപാട് സമയമെടുത്ത്. ഈ അടുത്താണ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മെയ് 9 നിങ്ങളോട് സംസാരിക്കുന്നത്. ആ സമയത്തും ഇത്തവണത്തെ ജൂണിൽ നടക്കേണ്ട കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വൈകുന്നു എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ബിക്കോസ് ലാസ്റ്റ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഡേറ്റ് ഒന്ന് നോക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ 17/4/2024 ആരംഭിച്ചിരുന്നു. അതായത് ഏപ്രിൽ മാസം 17 നോട്ടിഫിക്കേഷൻ അതിന് മുമ്പ് വരികയും 17 രജിസ്ട്രേഷൻ ആരംഭിക്കുകയും പിന്നീട് നമുക്ക് 26 വരെയൊക്കെ ആ ഡേറ്റ് ഉണ്ടായിരുന്നു ആപ്ലിക്കേഷൻ ടൈം. ജൂൺ 3 നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും പല കാറ്റഗറികളിലും ജൂൺ 22, 23 തീയതികളിലായിട്ട് ശനി ഞായർ ദിവസങ്ങളിലാണ് കണ്ടക്ട് ചെയ്തത്. 2.5 മണിക്കൂർ എന്നുള്ള എക്സാം കണ്ടക്ട് ചെയ്തത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഏപ്രിൽ 17 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ 2024 വന്ന സമയത്ത് 2025 മെയ് ആയിട്ടും ഇതുവരെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. സോ ഓൾറെഡി വൈകി നിൽക്കുകയാണ്. വരുന്ന മണിക്കൂറുകൾ എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. അതായത് ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ ആയിട്ടായിരിക്കും ഇത്തവണത്തെ കേറ്ററ്റ് നടക്കുന്നത്. സോ ഒരു ചെറിയ ഡിലേ നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ടൈമിലല്ല ഇത്തവണ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഇനിയും ടൈമുണ്ട്. എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ ആരംഭിക്കുക, എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക. കേറ്ററ്റ് ഇത്തവണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത LP-UPക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എയിം ചെയ്തിരിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് DED B.Ed ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവസാന വർഷ വിദ്യാർത്ഥികൾ, അവർ വലിയ പ്രാധാന്യത്തോട് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കുള്ള ഒരു അവസാന അവസരങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന കേറ്ററ്റൊക്കെ. എത്രയും പെട്ടെന്ന് എഴുതിയെടുത്തുകൊണ്ട് LP-UP പ്രിപ്പറേഷൻ കൂടി ആരംഭിക്കണം. നിങ്ങൾക്ക് എൻട്രിയിൽ ഫൗണ്ടേഷൻ ബാച്ചും കാര്യങ്ങളൊക്കെ LP-UPയിലും തുടങ്ങിയിട്ടുണ്ട്. LP-UPയും കേറ്ററ്റും ഒന്നിച്ച് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. എൻട്രിയിലൂടെ കേറ്ററ്റ് വിജയിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സബ്ജക്റ്റുകളിൽ, ഇത് സാമ്പിൾ മാത്രമാണ്, പല സബ്ജക്റ്റുകളിൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ആപ്പിൽ നോക്കിയാൽ തന്നെ അവരുടെ ഫീഡ്ബാക്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓരോ സബ്ജക്റ്റുകളും വിജയിച്ച കേറ്ററ്റ് ഉദ്യോഗാർത്ഥികളുടെ അനുഭവങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇതിനു മുമ്പും അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. സോ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി കുറച്ച് വൈകിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഒരു സ്പെഷ്യൽ കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് അത് നടക്കുന്നത്. അതല്ലാതെ ഒറിജിനലി ഉള്ള കേറ്ററ്റ് വൈകാതെ തന്നെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും വൈകാതെ തന്നെ ആ എക്സാം നടക്കുകയും ചെയ്യും. കേറ്ററ്റും സീറ്ററ്റും സെറ്റ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ പറയുന്നത്. സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ സമയത്താണ് നടക്കാറുള്ളത്. ഒറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഇതെല്ലാം നേടിയെടുക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിച്ചേക്കും. ആരെങ്കിലും കേറ്ററ്റ് എഴുതിയെടുക്കാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, B.Ed കഴിഞ്ഞവരോ DED കഴിഞ്ഞവരോ, B.Edഉം DELDും അവസാന വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിട്ടുള്ളവർ ആരെങ്കിലും കേറ്ററ്റ് എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഈ ചാൻസിൽ എഴുതിയെടുത്തോ. കാരണം അടുത്ത LP-UP വരാറായി. മറ്റു ഒരുപാട് സബ്ജക്റ്റുകളുടെ HSST വിളിക്കാറായിട്ടുണ്ട്. സെറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകുന്നതിന് മുമ്പുള്ള LP-UPയുടെ ഈ അവസാന അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പിന്നീട് ആ രൂപഘടനകളൊക്കെ അല്ലെങ്കിൽ എക്സാമിൻ്റെ പാറ്റേണൊക്കെ അടിമുടി മാറാനുള്ള സാധ്യതയുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഇതിൽ സജീവമായിട്ട് പഠിക്കാൻ ആരംഭിക്കുക. ഈ ചാൻസിൽ തന്നെ നമുക്ക് കേറ്ററ്റ് എക്സാം എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട്. എൻട്രി നിങ്ങൾക്കൊപ്പം ഉണ്ട്. എല്ലാ സബ്ജക്റ്റുകളുടെയും, പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും കോഴ്സുകളും, ജനറൽ പേപ്പറിൻ്റെ കോഴ്സുകളും എല്ലാം നിങ്ങൾക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കുക. LP-UP ആവട്ടെ നിങ്ങളുടെ അടുത്ത ലക്ഷ്യം, HSST ആവട്ടെ അടുത്ത ലക്ഷ്യം. HSA പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ.